ഹലോ ഫ്രണ്ട്സ്, നീറ്റ് 2025 കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. കെമിസ്ട്രിയിലെ +1 കെമിസ്ട്രിയിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററെ നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന പേരിലും വിളിക്കാറുണ്ട്. മോൾ കൺസെപ്റ്റ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന രീതിയിൽ ഈ ചാപ്റ്ററിനെ വിളിക്കുന്നത്. എന്തായിരുന്നാലും ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കെമിസ്ട്രിയുടെയും ഫിസിക്കൽ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ലെക്ചർ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്തതിൻ്റെ ശേഷം നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. അതിൻ്റെ ശേഷം നിർബന്ധമായും കുറച്ച് ക്വസ്റ്റ്യൻസ്, സ്പെസിഫിക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കണം. പിറ്റേന്ന് അത് റിവൈസ് ചെയ്യുകയും വേണം. ഇങ്ങനെയാണ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത്. സമയമെടുത്ത് നമുക്ക് പ്രോബ്ലം പ്രാക്ടീസ് സ്കില്ലും അതുപോലെ തന്നെ സ്പീഡും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തുടക്കം മുതൽ തന്നെ നമ്മളെ ഫോളോ ചെയ്യുകയും നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയ രീതിയിൽ തന്നെ, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മോൾ കൺസെപ്റ്റാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ലേ. മോൾ കൺസെപ്റ്റിലെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ആദ്യത്തെ ടോപ്പിക്സ് ആയിട്ടുള്ള ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്നത് പ്രധാനമായും 5 ലോസ് ആണ്. അതായത് ആദ്യത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പിന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതുപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ, അതുപോലെ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയംസ്. ഇത്രയും ലോസ് ആണ് നമുക്ക് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ഒരു കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് മാറ്ററിനെ കുറിച്ചും അതുപോലെ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഒക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഏരിയയിൽ നിന്ന്, മാറ്ററിൻ്റെ ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എങ്കിലും ചാപ്റ്ററിൻ്റെ തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. മാറ്റർ എന്താണ്? മാറ്റർ യൂണിവേഴ്സ് ഇസ് മെയ്ഡപ്പ് ഓഫ് മാറ്റർ ആൻഡ് എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. എനർജിയും മാറ്ററും ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ മാസും സ്പേസുമുള്ള, അല്ലെങ്കിൽ മാസുള്ള സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഈസ് ഹാവിങ് മാസ് ആൻഡ് ഓക്യുപ്പൈങ് എ സ്പേസ് ഈസ് കാൾഡ് മാറ്റർ. മാറ്റർ നമുക്ക് 2 രീതിയിൽ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് ആദ്യത്തേത്. മാറ്റർ ഏത് ഫേസിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്കലി അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോളിഡ് ആണെങ്കിൽ, സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ സോളിഡ്സ് എന്ന് വിളിക്കും. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ലിക്വിഡ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഗ്യാസസ് സ്റ്റേറ്റിലാണെങ്കിൽ ഗ്യാസസ് എന്ന് വിളിക്കും. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട, പിന്നീട് പ്ലാസ്മ, അതുപോലെ പുതിയ പുതിയ സ്റ്റേറ്റ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ തൽക്കാലം ഈ 3 സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിലബസിൽ പ്രധാനമായും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇനി ലിക്വിഡ്സിനെയും അതുപോലെ തന്നെ ഗ്യാസിനെയും ഒരുമിച്ച് നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഫ്ലോ ചെയ്യുന്നതായതുകൊണ്ട് അവ രണ്ടുപേരെയും നമുക്ക് ഒരുമിച്ച് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഇങ്ങനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെയാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് പ്യുവർ എന്നും ഇംപ്യുവർ എന്നും നമുക്ക് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്യുവർ മാറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന അഗെയിൻ 2 ക്ലാസിഫിക്കേഷനാണ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലേ. എലമെൻറ്റ്സിൽ തന്നെ മെറ്റൽസ് ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ മെറ്റലോയിഡ്സ് ഉണ്ട്. ഇനി കോമ്പൗണ്ട്സിലാണെങ്കിൽ കോവലന്റ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ അയണിക് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. ഈ മെറ്റലോയിഡ് അതുപോലെ നോൺ മെറ്റൽ എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റി, അതുപോലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. കോവലന്റ് ആൻഡ് അയണിക് എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള, കോമ്പൗണ്ട്സിൻ്റെ ഇടയിലുള്ള ബോണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, അതായത്
അയേൺസ് അല്ലെങ്കിൽ ആറ്റംസ് എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോവലന്റ് കോമ്പൗണ്ട് ആണോ അല്ലെങ്കിൽ അയണിക് കോമ്പൗണ്ട് ആണോ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഇംപ്യൂറിൽ വരുന്നതാണ് മിക്സ്ചേഴ്സ് അല്ലേ. മിക്സ്ചർ തന്നെ 2 ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട്. ഹോമോജീനസ് മിക്സ്ചേഴ്സും അതുപോലെ ഹെട്രോജീനസ് മിക്സ്ചേഴ്സും ഉണ്ട്. ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുമ്പം മിക്സ്ചറിൻ്റെ ത്രൂ ഔട്ട് ദി എന്താ പറയുക, മിക്സ്ചർ മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ കമ്പോസിഷൻ ആണെങ്കിൽ, ഒരേ ഫേസിലാണ് ഉള്ളതെങ്കിൽ അത് നമുക്ക് ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയാം. മിക്സ്ചറിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ സാമ്പിൾ എടുത്താലും എല്ലാം ഒരേ കമ്പോസിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരേ ഫേസിലായിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് ദി കമ്പോസിഷൻ ഒരേ ഫേസിലായിരിക്കും. അത്തരം മിക്സ്ചറിനെയാണ് നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒരേ ഫേസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. എന്നാൽ കുറച്ച് മണ്ണ് നമ്മൾ അല്ലെങ്കിൽ മണൽ നമ്മൾ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ അവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. മണ്ണ് തായ് ഭാഗത്ത് അടിഞ്ഞുകൂടും, അവിടെ മണ്ണ് മാത്രമാണ് നമുക്ക് കാണപ്പെടുക, മുകളിലാണ് വെള്ളം ഉണ്ടാവുക. ഇതൊരു മിക്സ്ചറാണ് അല്ലേ. ഇങ്ങനെ മിക്സ്ചറിനെ നമുക്ക് ഹോമോജീനസ് മിക്സ്ചർ എന്നും അതുപോലെ ഹെട്രോജീനസ് മിക്സ്ചർ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എനിവേ മാറ്ററിൻ്റെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെയും നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് മാറ്ററിൻ്റെ കമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. എന്നാൽ കെമിക്കൽ കമ്പോസിഷൻ ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്കതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. ഏതൊക്കെയാണ്? കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അല്ലേ. ഉദാഹരണത്തിന് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ടിനെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ, അല്ലെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ, അല്ലെങ്കിൽ ബേസുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ, അതല്ലെങ്കിൽ സാൾട്ടുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ, ഇങ്ങനെയൊക്കെ റിയാക്ഷൻ നടത്തിയാൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? ഇതൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം മാറ്ററിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ കമ്പോസിഷനെ നമ്മൾ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു എക്സാമ്പിളാണ് വോളിയം, അതുപോലെ തന്നെ മാസ്. ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ് ഇൻറ്റൻസീവും എക്സ്റ്റെൻസീവും തമ്മിലുള്ള വ്യത്യാസം? ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം നേരെ ഓപ്പോസിറ്റ്. അതായത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസാണ്. ഉദാഹരണത്തിന് ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? മാസ് പെർ വോളിയമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്താലും 3 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്താലും 5 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്താലും ഒക്കെ ഡെൻസിറ്റി സെയിം ആയിരിക്കും അല്ലേ. മാസ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഡെൻസിറ്റി എന്തെന്നായിരിക്കും? സെയിം എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒക്കെ എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മാസ് തന്നെ എടുക്കാം അല്ലേ. മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ വോളിയം ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, കെമിക്കൽ എന്നും ഫിസിക്കൽ എന്നും. കെമിക്കൽ എന്ന് പറഞ്ഞാൽ കമ്പോസിഷൻ ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ
കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. കമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എന്താണ് പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ. ഉദാഹരണത്തിന് ഡെൻസിറ്റി ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ എത്ര മാസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഡെൻസിറ്റി എന്തെന്നായിരിക്കും, സെയിം സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഡെൻസിറ്റി സെയിം ആയിരിക്കും അല്ലേ. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ വോളിയം ആണെങ്കിൽ അല്ലെങ്കിൽ മാസ് ആണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എനിവേ ഇതാണ് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസും. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്, കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞു മാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കെമിക്കലി നമ്മൾ മാറ്ററിനെ ഡിവൈഡ് ചെയ്തു അല്ലേ. അതിൽ കെമിക്കലി നമ്മൾ ആദ്യം പറഞ്ഞു പ്യുവർ മാറ്ററിൽ വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ എലമെൻ്റ് എന്ന് പറഞ്ഞത്. എന്താണ് എലമെൻ്റ്? എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് നേച്ചർ മാറ്റർ എന്നാണ് പറയുക. ഓക്കെ, മാറ്ററിൻ്റെ പ്യുവറസ്റ്റ് ഫോം, അതായത് മറ്റൊന്നുമില്ലാത്ത ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള സംഭവം, അതാണ് അതിൻ്റെ എലമെൻറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ്. ഒരേ സിമിലർ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് എലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എക്സാമ്പിൾ കാർബൺ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അയേൺ മറ്റൊരു എലമെൻ്റ് ആണ്, കോപ്പർ ഒരു എലമെൻ്റ് ആണ്, ഓക്സിജൻ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ എലമെൻ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ ആയിട്ടുള്ള മാറ്ററിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ എലമെൻ്റ് എന്ന് പറയാം. എലമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, ഒരു കാർബണും 2 ഓക്സിജനും അല്ലെങ്കിൽ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ആഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, കാർബണിൻ്റെ ഒരാറ്റം അതുപോലെ ഓക്സിജൻ്റെ 2 ആറ്റം. ഇങ്ങനെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് എന്ത്, കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ ദർ വെയിറ്റ്. എലമെൻറ്റ് ഒരേ ആറ്റംസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോമ്പൗണ്ട്, ഡിഫറെൻ്റ് ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, എനിവേ ഇതൊക്കെ ബേസിക്സ് ആണ്, നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, മിക്സ്ചർ എന്താണ്? മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2 or more എലമെൻറ്റ്സ് തന്നെയാണ് അവിടെയും ഉള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, കോമ്പൗണ്ട് ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുക അല്ലേ. ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നത് അവിടെ ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലാണ്. എന്നാൽ മിക്സ്ചറിൻ്റെ കേസിൽ ഏത് റേഷ്യോയിലും, ഇൻ എനി റേഷ്യോ സബ്സ്റ്റൻസ് എങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ഓക്കെ, മിക്സ്ചർ ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more സബ്സ്റ്റൻസസ് ഇൻ എനി റേഷ്യോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷുഗറും വാട്ടറും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഷുഗർ സൊല്യൂഷനാണ് അല്ലേ. ഷുഗർ സൊല്യൂഷൻ ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. അതുപോലെ സോഡിയം ക്ലോറൈഡും വാട്ടറും ആഡ് ചെയ്താൽ കിട്ടുന്നത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്, അതും ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. അതുപോലെ സാൻഡ് പ്ലസ് വാട്ടർ. മിക്സ്ചർ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഹോമോജീനസ് മിക്സ്ചർ എന്നും അതുപോലെ ഹെട്രോജീനസ് മിക്സ്ചർ എന്നും. എന്താണ് ഹോമോജീനസും ഹെട്രോജീനസും തമ്മിലുള്ള വ്യത്യാസം? മിക്സ്ചറിൻ്റെ ത്രൂ ഔട്ട് ദി മിക്സ്ചർ സെയിം കമ്പോസിഷൻ ആണെങ്കിൽ അത്തരം മിക്സ്ചറിനെയാണ് നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയാം. എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ വാട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന സൊല്യൂഷനാണ് ഷുഗർ സൊല്യൂഷൻ അല്ലേ. ഷുഗർ സൊല്യൂഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ഏത് പാർട്ടും നമ്മൾ
സാമ്പിൾ എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഒരേ കമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഹെട്രോജീനസ് മിക്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് എടുക്കുന്ന കമ്പോസിഷൻ, മുകൾ ഭാഗത്തു നിന്ന് സാമ്പിൾ എടുക്കുമ്പോൾ ഉള്ള കമ്പോസിഷൻ ആയിരിക്കില്ല താഴെ ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ. അപ്പം ഡിഫറെൻറ്റ് സ്ഥലത്ത് ഡിഫറെൻറ്റ് കമ്പോസിഷൻ ആയിരിക്കും എന്തിനുണ്ടാവുക, ഹെട്രോജീനസ് മിക്സർ ഉണ്ടാവുക. ഹോമോജീനസ് മിക്സറിന് എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഹെട്രോജീനസ് മിക്സറിന് എക്സാമ്പിളാണ് സാൻഡ് ഇൻ വാട്ടർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എക്സാമിന് നമ്മൾ നീറ്റ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീറ്റ് എക്സാമിനെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എങ്കിലും ഇൻട്രൊഡക്ടറി ലെക്ചർ എന്ന രീതിയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. എനിവേ, നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. ആദ്യത്തെ ടോപ്പിക്, മോൾ കൺസെപ്റ്റിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ഇവിടെ നമുക്ക് പ്രധാനമായും 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ് ആൻഡ് ലോ ഓഫ് ഗെലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ് അല്ലെങ്കിൽ കമ്പൈനിങ് വോളിയംസ്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നമുക്കറിയാം, കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ആറ്റംസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്, ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നതാണ് അല്ലേ, കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ഇപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യസ്ത സംഗതികൾ നടക്കുന്നുണ്ട്. ഒന്നുകിൽ പഴയ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്തുണ്ടാവുക, ആദ്യം ഉണ്ടായിരുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് 2 പാർട്സായി മാറാം. ഫോർ എക്സാമ്പിൾ, CO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് കട്ട് ചെയ്തിട്ട് കാർബണും ഓക്സിജനാക്കി മാറ്റുന്നു. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ആവാം അല്ലേ. അതല്ലെങ്കിൽ 2 ആറ്റംസ് കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറാം അല്ലേ. അതായത് പുതിയൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഒന്നാമത്തേതിൽ ആദ്യം ഉണ്ടായിരുന്ന ഓൾഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിൽ 2 ആറ്റംസ് കൂടി ചേർന്നിട്ട് പുതിയ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു. ഇനി ചിലപ്പോൾ 2 ഉണ്ടാവാം അല്ലേ. അതായത് ഓൾറെഡി 2 ബോണ്ട്സ് ഉള്ള 2 കോമ്പൗണ്ട്സ് നമ്മളെ കയ്യിലുണ്ട്. അതിലെ 2 ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് പുതിയ 2 ബോണ്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് മേക്കിംഗ് പ്രോസസ്സസ് ആണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം അവിടെ നമ്മൾ സാധാരണ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ നമ്മൾ റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് കഴിഞ്ഞിട്ടുള്ളതിനെ പ്രോഡക്ട്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള നമ്പർ ഓഫ് ആറ്റംസും, അതായത് റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും, അതുപോലെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ആറ്റംസിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കുമെന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള ആറ്റംസിൻ്റെ നമ്പറും കെമിക്കൽ റിയാക്ഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ആറ്റംസിൻ്റെ നമ്പറും ഈക്വൽ ആവും. ആറ്റംസിൻ്റെ നമ്പർ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ മാസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മാസും റിയാക്റ്റൻസിൻ്റെ മൊത്തം മാസ് നമ്മൾ ആഡ് ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? റിയാക്ഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഡ്യൂറിങ് ഓൾ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ചസ് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഓർ ടോട്ടൽ ആറ്റംസ് റിമെയിൻ കൺസേർവ്ഡ്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ, അതായത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും, 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കൂടി ചേർന്നിട്ട് 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അല്ലേ. ഇവിടെ ഹൈഡ്രജൻ്റെ ആറ്റംസ് എത്ര എണ്ണാണുള്ളത്? ടോട്ടല് ഇവിടെ 2 എണ്ണം ഇവിടെ 2 എണ്ണം, അതായത് 4 ആറ്റംസ് ഉണ്ട് അല്ലേ. അതുപോലെ ഓക്സിജൻ്റെ 2 ആറ്റംസ് ആണുള്ളത്. ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 6 ആറ്റംസ് ഉണ്ട്. റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാകുന്നു. അങ്ങനെ വാട്ടറിൽ ഇവിടെ എന്താണ്, ഒരു വാട്ടർ മോളിക്യൂളിൽ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ട്. 3 ആറ്റംസ് ഉണ്ട്. ഇവിടെയും 3 ആറ്റംസ് ഉണ്ട്. 3 + 3 6 ആറ്റംസ് ഉണ്ട് അല്ലേ. 6 ആറ്റംസ് റിയാക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പുണ്ട്, 6 ആറ്റംസ് റിയാക്ട് ചെയ്തതിൻ്റെ ശേഷമുണ്ട്. അതുപോലെ തന്നെ മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് 2, അതുപോലെ 2 അല്ലേ. 2 + 2 4 അല്ലേ. ഇവിടെ ഓക്സിജൻ്റെ മാസ് എന്താണ്? 16 + 16 32 അല്ലേ. 32 + 4 38, 32 + 4 36 അല്ലേ. അതുപോലെ ഇവിടെ
H2Oൻ്റെ H2ലും അതുപോലെ തന്നെ അല്ലേ, അതായത് 18 ആണ് H2Oൻ്റെ മാസ്, 218 എന്ന് പറഞ്ഞാൽ 36. അതായത് മാസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും റിയാക്ഷൻ്റെ മുമ്പും റിയാക്ഷൻ്റെ ശേഷം എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ എക്സാമ്പിൾസ് അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാം. അതിന് ശേഷം നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതായത് 10 gram ഓഫ് എ ഹൈഡ്രോ കാർബൺ എക്സാക്ട്ലി റിക്വയർസ് 40 gram ഓഫ് ഓക്സിജൻ ഫോർ കംപ്ലീറ്റ് കമ്പഷൻ. ഹൈഡ്രോ കാർബൺസിൻ്റെ കമ്പഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും പ്രോഡക്ട്സ് ആയിട്ട് ഉണ്ടാവുക ആരൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഏതോ ഒരു ഹൈഡ്രോ കാർബൺ, ഏതോ ആവട്ടെ, നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ 10 gram ആണ് എടുത്തിട്ടുള്ളത്. അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാക്കുന്നു അല്ലേ. അവിടെ ദ പ്രോഡക്ട്സ് ഫോംഡ് ആർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോംഡ് ഈസ് അബ്സോർബ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ലൈം വാട്ടർ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്താൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻക്രീസസ് ബൈ 27.5 gram. അതായത് ആ സൊല്യൂഷനിൽ ഉണ്ടായിട്ടുള്ള ലൈം വാട്ടർ സൊല്യൂഷനിൽ ഉണ്ടായിട്ടുള്ള എന്താണ് മാസ് എന്ന് പറയുന്നത്, മാസിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് 27.5 gram ആണ്. അതായത് ആ ഇൻക്രീസ് എന്ന് പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തത് കാരണമായിട്ടുണ്ടായിട്ടുള്ള ഇൻക്രീസ് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 27.5 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മാസ് ഓഫ് വാട്ടർ ഫോംഡ് ഇൻ ദി കമ്പഷൻ? ഓക്സിജൻ്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 40 gram ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈസിയാണ്, കാരണം എന്താണ്, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് അല്ലേ, ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, എക്സ് പ്ലസ് 40 ഈക്വൽ ടു 20, സോറി എക്സിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എക്സിൻ്റെ മാസ് എത്രയാണ് തന്നത്, 10 ആണ് തന്നിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ, എൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 10 + 40 ഈക്വൽ ടു 27.5 പ്ലസ്. ഇനി H2Oൻ്റെ മാസാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ള. അതിന് നമുക്ക് W എന്ന് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ M എന്ന് എടുക്കാം. ഓക്കെ, M ആണ് H2Oൻ്റെ മാസ്. അങ്ങനെയാണെങ്കിൽ M ഈക്വൽ ടു 10 + 40 മൈനസ് 27.5 അല്ലേ. അതായത് 50ന്ന് 27.5 കുറച്ചാൽ 22.7 കിട്ടും. ഓക്കെ, 22.7. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് 22.5. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മളൊന്നുമില്ല, നമുക്ക് തന്ന റിയാക്റ്റൻസ് ഏതൊക്കെയാണ് നോക്കുക, നമുക്ക് തന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് നോക്കുക, റിയാക്റ്റൻസിൻ്റെ മാസ് ആഡ് ചെയ്യുക, പ്രോഡക്റ്റിൻ്റെ മാസും ആഡ് ചെയ്യുക, അത് ഈക്വൽ ആക്കുക. ഓക്കെ, അതിൽ അൺനോൺ ആയിട്ടുള്ള ഒരാളെ തന്നിട്ടുണ്ടാവും, അയാളെ കണ്ടെത്തുക. ഇത്രയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത് ഒരു ഗിവൺ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത്, അതായത് അതിലുള്ള ആറ്റംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, വാട്ടർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്, H2O അല്ലേ. H2O അത് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടിയത്, അതല്ലെങ്കിൽ അത് വാട്ടർ എങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എന്നതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എവിടെ നിന്ന് നമുക്ക് വാട്ടർ കിട്ടിയാലും ആ വാട്ടറിലൊക്കെ ഉണ്ടാവുക 2 parts അല്ലെങ്കിൽ 2 atoms ഓഫ് ഹൈഡ്രജനും 1 atom ഓഫ് ഓക്സിജനും ആയിരിക്കും. അല്ലെങ്കിൽ അതിലെ വാട്ടറിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സോഴ്സിനെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെയൊന്നും ബേസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എവിടെ നിന്നുള്ള വാട്ടർ ആണെങ്കിലും യൂണിവേഴ്സിൽ നമുക്ക് എവിടെ നിന്ന് വാട്ടർ കിട്ടിയാലും അതിൻ്റെ കമ്പോസിഷൻ എന്തെന്നായിരിക്കും, സെയിം എന്നായിരിക്കും. അതിൽ 2 ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ 1 ഓക്സിജൻ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. റെഡി? ഇതിനെയാണ് നമ്മൾ
ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ഗിവൺ ടൈപ്പ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ദ എലമെന്റ്സ് ആർ ഓൾവേസ് കമ്പൈൻഡ് ഇൻ ദി സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. ആറ്റംസിൻ്റെ പ്രൊപ്പോർഷൻ സെയിം ആവുക എന്ന് പറഞ്ഞാൽ അവരെ മാസിൻ്റെ പ്രൊപ്പോർഷനും സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൊരു എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ 4 പാർട്സ്, അതുപോലെ 2 പാർട്സ് ഓഫ് ഓക്സിജൻ, അതായത് 2H2 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O അല്ലേ. ഈ H2O എന്നുള്ള സംഭവത്തിൽ എപ്പോഴും തന്നെ ആയിരിക്കും 2 ഹൈഡ്രജൻ്റെ ആറ്റംസും അതുപോലെ തന്നെ ഒരു ഓക്സിജൻ ആറ്റവും ആയിരിക്കും ഉണ്ടാവുക. റെഡി? ചെറിയൊരു എക്സാമ്പിൾ അല്ലേ. വെൻ 50 gram ഓഫ് അമോണിയ ഈസ് ഹീറ്റഡ് ഇറ്റ് ഗീവ്സ് 41.18 gram ഓഫ് നൈട്രജൻ. വെൻ 10 gram ഓഫ് നൈട്രജൻ ഇസ് കമ്പൈൻഡ് വിത്ത് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഇറ്റ് പ്രൊഡ്യൂസസ് 12.14 gram ഓഫ് അമോണിയ. ഷോ ദാറ്റ് ദ ഗിവൺ ഡാറ്റ ഫോളോസ് ദ ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ. അതായത് അമോണിയനെ ഹീറ്റ് ചെയ്താൽ, അമോണിയ എന്ന് പറയുമ്പോൾ NH3 അല്ലേ, NH3നെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നു, 2NH3നെ ഹീറ്റ് ചെയ്തിട്ട് 3H2 പ്ലസ് N2 ഉണ്ടാക്കുന്നു. ഓക്കെ, അവിടെ നൈട്രജൻ, അതായത് 50 gram അമോണിയ ഹീറ്റ് ചെയ്താൽ അതിൽ നമുക്ക് കിട്ടുന്നത് 41.8 gram ഓഫ് നൈട്രജൻ ആണ്. അതുപോലെ അടുത്തൊരു ഡാറ്റ തന്നിട്ടുള്ളത് 10 gram ഓഫ് നൈട്രജൻ ഇസ് കമ്പൈൻഡ് വിത്ത് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. അതായത് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഇവിടെ നൈട്രജൻ 10 gram ആണ്. 10 gram നൈട്രജൻ കമ്പൈൻഡ് വിത്ത് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഇറ്റ് പ്രൊഡ്യൂസസ് 12.14 gram ഓഫ് അമോണിയ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ലോ കോൺസ്റ്റന്റ് കമ്പോസിഷനെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം നൈട്രജൻ അമോണിയയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് 50 gram അമോണിയയിൽ 41.8 gram നൈട്രജൻ ആണുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 41.8 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും അല്ലേ. നൈട്രജൻ്റെ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ. ഓക്കെ, അമോണിയയിലുള്ള ആദ്യത്തെ റിയാക്ഷനിലുള്ള അമോണിയയിലുള്ള നൈട്രജൻ്റെ പെർസെൻറ്റേജ് നമുക്ക് 41.8 ബൈ 50 ഇൻറ്റു 100 ചെയ്താൽ കിട്ടും. അതുപോലെ രണ്ടാമത്തതിൽ 12.14 gram ആണ് അമോണിയ ഉണ്ടായിട്ടുള്ളത്. അതിൽ 10 gram ഓഫ് നൈട്രജൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നൈട്രജൻ്റെ എന്താ പറയുക, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10/12.14 ഇൻറ്റു 100 ആണ് അല്ലേ. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 80 സംതിങ് ആയിരിക്കും കിട്ടുക. രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്, രണ്ടും, അതായത് എങ്ങനെ അമോണിയൻ്റെ എവിടെ നമുക്ക് ഏത് സോഴ്സ് നമുക്ക് അമോണിയ കിട്ടിയാലും, എങ്ങനെ ഉണ്ടാക്കിയാലും, എങ്ങനെ ഡിക്കമ്പോസ് ചെയ്താലും ഒക്കെ ഏത് അമോണിയ ആണെങ്കിലും അമോണിയയിലുള്ള നൈട്രജൻ്റെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും അളവ് അല്ലെങ്കിൽ അവരുടെ മാസ് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് ഈ ഡാറ്റ പറയുന്നത്. റെഡി? ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇനി അടുത്ത ലോ നോക്കാം അല്ലേ, അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ മാസിനെ നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിക്സ് ചെയ്ത മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെൻറ്റിൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 2 എലമെൻറ്റ്സിൻ്റെ നമ്മളെ കയ്യിൽ അവ രണ്ടാളും പല പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ട് വ്യത്യസ്ത കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തിയാൽ ആ ഫിക്സ് ചെയ്ത് നിർത്തിയ മാസുമായിട്ട് വ്യത്യസ്ത കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെൻറ്റിൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ്
ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ states that if two elements form more than one compound between them, the masses of one element combined with a fixed mass of the second element form in ratios of small integers. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് എ കോമ ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് നമ്മളെ കയ്യിലുണ്ട്. അവർ രണ്ടാളും ആഡ് ചെയ്തിട്ട് വ്യത്യസ്ത ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എ ബി ടു എ ടു ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അവരുണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മാസ് നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തിയാൽ ഇത് കോമ്പൗണ്ട് 1 ആണ്, ഇത് കോമ്പൗണ്ട് 2 ആണ്, ഇത് കോമ്പൗണ്ട് 3 ആണ് അല്ലേ. ഈ 3 കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓരോ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബി എന്ത് ചെയ്യുന്നുണ്ട്, എയുമായിട്ട് ഫിക്സ്ഡ് മാസ് ഓഫ് എയുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എൻ്റെ മാസ് നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആ ഫിക്സ്ഡ് മാസ് ഓഫ് എയുമായിട്ട് C1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും C2 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും C3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബി എത്ര മാസാണോ കമ്പൈൻ ചെയ്യേണ്ടത് ആ മാസസിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സിമ്പിൾ റേഷ്യോ ആയിരിക്കും എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് പറയുന്നത്. ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ എക്സാമ്പിളിലൂടെ നമുക്കത് എന്ത് ചെയ്യാം, കൂടുതൽ മനസ്സിലാക്കാം. അതായത് നൈട്രജനും ഓക്സിജനും ആഡ് ചെയ്തിട്ട് വ്യത്യസ്ത കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതായത് NO2, N2O, N2O4 ആൻഡ് N2O5. ഇവിടെ NO ഉണ്ട്, അതുപോലെ NO2 ഉണ്ട്, N2O ഉണ്ട്, N2O4 ഉണ്ട്, അതുപോലെ N2O5 ഉണ്ട് അല്ലേ. ഇവിടെ നൈട്രജൻ്റെ മാസ് ഇപ്പോൾ NO എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 14 grams ഓഫ് നൈട്രജനുമായിട്ട് 16 grams ഓഫ് ഓക്സിജനാണ് ആഡ് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത് അല്ലേ. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ NO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 14 grams ഓഫ് നൈട്രജൻ 32 grams ഓഫ് ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കോമ്പൗണ്ടിൽ N2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 28 gram ഓഫ് നൈട്രജൻ 16 gram ഓഫ് ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. N2O4ലാണെങ്കിലോ 28 gram ഓഫ് നൈട്രജൻ 4 × 16 grams ഓഫ് ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അടുത്തതിൽ 28 gram ഓഫ് നൈട്രജൻ 5 × 16 gram ഓഫ് ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ ഫിക്സ് ചെയ്ത് നിർത്തുകയാണ്. അതായത് നൈട്രജൻ്റെ മാസ് നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ആ മാസുമായി ഓരോ കോമ്പൗണ്ട് ഉണ്ടാക്കാനും എത്ര ഗ്രാം ഓക്സിജനാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നൈട്രജൻ്റെ മാസ് നമ്മൾ 14 gram എന്ന് ഫിക്സ് ചെയ്ത് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിൽ 14 gram ഓഫ് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 16 gram ആണ് അല്ലേ, 16 gram ആണ്. രണ്ടാമത്തേതിൽ 14 gram ഓഫ് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 32 gram ആണ്, 32 gram ഓഫ് ഓക്സിജനാണ്. മൂന്നാമത്തേതിൽ 28 gram ഓഫ് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 16 gram ആണ്. അപ്പോൾ 14നുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 8 gram ആണ് അല്ലേ, നേർപകുതിയാണ്. ഓക്കെ, നാലാമത്തേതിൽ N2O4ൽ 28 gram ഓഫ് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 4 × 16 ആണ്. അപ്പോൾ 14 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് നേർപകുതി 2 × 16, അതായത് 32 gram ആണ്. അവസാനത്തേതിൽ N2O5ൽ 28 gram ഓഫ് നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 5 × 16 grams ഓഫ് ഓക്സിജൻ ആണ് അല്ലേ. അപ്പോൾ 14 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് 5/2, അതായത് 2.5 × 16 grams ഓഫ് ഓക്സിജൻ ആയിരിക്കും. റെഡി അല്ലേ. ഇനി ഇവരുടെ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും സ്മോൾ ആയിട്ടുള്ള എമൗണ്ട് കൊണ്ട് എല്ലാവരെയും അല്ലെങ്കിൽ നമ്പർ കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിമ്പിൾ റേഷ്യോ കിട്ടും അല്ലേ. അതായത് 8 ആണ് ഇവിടെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ 8 കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യാണ്. 16/8 2 കിട്ടും, 32/8 4 കിട്ടും, 8/8 1 കിട്ടും, 32/8 4 കിട്ടും. അതുപോലെ 2.5 × 16 അല്ലേ, 16 2 × 16 32 പ്ലസ് 8 40, 40/8 ചെയ്താൽ 5 കിട്ടും. റെഡി. അപ്പോൾ ഇതാണ് ഇവരുടെ, അതായത് ഓക്സിജൻ്റെ മാസസിൻ്റെ റേഷ്യോ
നൈട്രജൻ്റെ 14 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 2:4:1:4:5 എന്ന് പറഞ്ഞാൽ ഇവരൊരു സിമ്പിൾ റേഷ്യോയിലാണ് എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ഇനി അടുത്തൊരു ലോ ആണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. എന്താണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ് പറയുന്നത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ നമ്മൾ പറയുന്നത് 3 എലമെൻറ്റ്സിനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. 3 എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ലോ ആണ് എന്ത്? ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. അതായത് ഇവിടെ പറയുന്നത് 2 എലമെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് മൂന്നാമത്തെ ഒരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ സൾഫറും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ മാസിനെ ഫിക്സ് ചെയ്യാണ്. ഫിക്സ്ഡ് മാസ് ഓഫ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഹൈഡ്രജൻ്റെ മാസിൻ്റെയും അതുപോലെ തന്നെ സൾഫറിൻ്റെ മാസിൻ്റെയും റേഷ്യോ നമ്മൾ എടുത്തു. ഓക്കെ, ആ റേഷ്യോ ഹൈഡ്രജനും സൾഫറും പരസ്പരം കമ്പൈൻ ചെയ്യുമ്പം അവർ ഏത് റേഷ്യോയിലാണോ കമ്പൈൻ ചെയ്യുക ആ മാസ് റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 3 എലമെൻറ്റ്സ് ഉണ്ട്, അതിൽ 2 എലമെൻറ്റ് മൂന്നാമത്തെ എലമെൻറ്റുമായിട്ട് സെപ്പറേറ്റ്ലി കമ്പൈൻ ചെയ്തിട്ട് 2 കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആ 2 കോമ്പൗണ്ടിലും ഈ ഫിക്സ്ഡ് എലമെൻറ്റ് ഓഫ് മൂന്നാമത്തെ എലമെൻറ്റിൻ്റെ ഫിക്സ്ഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഇവരുടെ രണ്ടാളുടെയും റേഷ്യോ നമ്മൾ എടുത്തു, മാസസിൻ്റെ റേഷ്യോ എടുത്തു. ആ റേഷ്യോ എന്ന് പറയുന്നത് ഇവ രണ്ടാളും പരസ്പരം കമ്പൈൻ ചെയ്യുന്ന മാസസിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇനി അടുത്തൊരു ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസിയസ് വോളിയംസ്. ഇവിടെ ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 16 ഗ്രാമുമായിട്ട്, അതായത് ഓക്സിജൻ്റെ 16 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. സൾഫറിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ 32 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് 32 ആണ്. അപ്പോൾ ഇവിടെ 16 ആയിട്ട് സൾഫർ 16 ആണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലേ, 2:16 ആണ് ഇവർ രണ്ടുപേരും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രജനും സൾഫറുമായിട്ട് നേരിട്ട് കമ്പൈൻ ചെയ്യുമ്പം അവർ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:32 ആണ് അല്ലേ, 2:32. അപ്പോൾ അതായത് അതിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നർത്ഥം, സിമ്പിൾ മൾട്ടിപ്പിൾ ആണ്. 2 റേഷ്യോസ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 റേഷ്യോസും സിമ്പിൾ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയംസ് എന്താണ് പറയുന്നത്? ദ വോളിയംസ് ഓഫ് ഗ്യാസസ് റിയാക്റ്റൻസ് റിയാക്റ്റഡ് ആൻഡ് ദ വോളിയംസ് ഓഫ് ഗ്യാസസ് പ്രോഡക്ട്സ് ഫോംഡ് all measured at the same temperature and pressure bear a simple ratio. നമുക്കറിയാം ഗ്യാസസ് റിയാക്റ്റൻസും ഗ്യാസസ് പ്രോഡക്റ്റും ആണെങ്കിൽ അവർ കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഗ്യാസസ് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഗ്യാസസ് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്, വോളിയംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2H2 പ്ലസ് O2 2H2 പ്ലസ് O2 ഗീസ് 2H2O എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇവിടെ H2 ഗ്യാസ് ആണ്, അതുപോലെ O2 ഗ്യാസ്, 2H2O ഗ്യാസ് അല്ലേ. ഇവിടെ 2 വോളിയംസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് 1 വോളിയം ഓഫ് ഓക്സിജൻ ഗ്യാസ് ടു ഫോം 2 വോളിയംസ് ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്, റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഒക്കെ റേഷ്യോ എന്ന് പറയുന്നത്, വോളിയംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ ആണ്. അതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ്. റെഡി? ചെറിയൊരു എക്സാമ്പിൾ, അതായത് ഇൻ ദ റിയാക്ഷൻ N2 പ്ലസ് H2 ഗീവ്സ് NH3, ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് അമോണിയ ഈസ് 1:3:2. These figures illustrate the law of. വോളിയംസിനെ കുറിച്ചാണ് പറയുന്നത്. വോളിയംസിനെ കുറിച്ച് പറയുന്ന ഒരേ ഒരു ലോ നമ്മൾ പഠിച്ചത് ഏതാണ്? ഗേ-ലുസാക്സ് ലോ ആണ് അല്ലേ. അതായത് N2 പ്ലസ് 3H2 ഗീവ്സ്
2NH3. ഇവിടെ 1 വോളിയം ഓഫ് നൈട്രജന് 3 വോളിയം ഓഫ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2 വോളിയംസ് ഓഫ് NH3 ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ 1:3:2 ആണ് ഇവരുടെ വോളിയംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ റേഷ്യോ ആണ്. ഈ ലോ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയം എന്ന് പറയുന്ന ലോയിലൂടെ നമുക്ക് പറയാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ. 1 part of an element A combines with 2 parts of B. 6 part of element C combine with 4 parts of element B. അതായത് എന്റെ 1 പാർട്ട് ബിൻ്റെ 2 പാർട്ടുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സിൻ്റെ 6 പാർട്സ് ബിൻ്റെ 4 പാർട്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇനി ഇവർ രണ്ടാളും പരസ്പരം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, എയും സിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ദ മാസസ് വിൽ ബി ഗവേൺഡ് ബൈ. അതായത് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം 3 എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ 3 കോമ്പൗണ്ട്സും ഉണ്ട് അല്ലേ. 3 എലമെൻറ്റ്സും 3 കോമ്പൗണ്ട്സും. 3 എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന റിയാക്ഷൻസ്. ഇവിടെ ഈ ലോ ഏത് ലോ ആണ്, ഏത് ലോ ഉപയോഗിച്ചിട്ടാണ് ഇതിന് നമുക്ക് ഇവരുടെ മാസസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ ആണ് അല്ലേ. റെസിപ്രോക്കൽ പ്രപ്പോർഷനിലാണ് 3 ആറ്റംസും അതുപോലെ 3 കോമ്പൗണ്ട്സ് ഉള്ളത്. മൾട്ടിപ്പിൾ പ്രപ്പോർഷനിലാണെങ്കിൽ എന്താണ്, 2 ആറ്റംസും മോർ ദാൻ 1 കോമ്പൗണ്ടാണുള്ളത്. ഇനി ഡെഫിനറ്റ് പ്രപ്പോർഷനിലാണെങ്കിൽ നമ്മൾ ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കണം. ഓക്കെ, അപ്പം ആൻസർ ഈസ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻസ്. ഈ നെക്സ്റ്റ് വൺ 2014 ചോദിച്ചിട്ടുള്ള നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ മാസസ് ഓഫ് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് മീഥെയിൻ ഹാവ് ബീൻ ടേക്കൺ ഇൻ എ കണ്ടെയ്നർ ഓഫ് വോളിയം V at temperature 27 degrees Celsius in identical conditions. The ratio of the volumes of gases H2:O2: methane would be. അതായത് ഇവരുടെ വോളിയംസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. മാസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് ഈക്വൽ ആണെങ്കിൽ വോളിയംസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു ലോ ആണ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ പറയുന്നത് എന്താണ്, ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര മോൾ ഉണ്ട് എന്ന് കിട്ടിയാൽ ഇവരുടെ വോളിയം കിട്ടും അല്ലേ. അതായത് ഈക്വൽ മാസ് ഓഫ് H2O2 ആൻഡ് മീഥെയിൻ ആണ്. ഇപ്പോൾ H2ൻ്റെ ഞാനിപ്പോൾ ഒരു 2 എന്നോ അല്ലെങ്കിൽ എക്സോ എന്നോ അല്ലെങ്കിൽ 2 ഗ്രാം എന്നോ എന്തെങ്കിലും ഒന്ന് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. 2 ഗ്രാം ആയിക്കോട്ടെ, നമുക്കെല്ലാം 2 ഗ്രാമാണ് നമ്മളെ കയ്യിലുള്ളതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ 2 ഗ്രാം ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു 1 മോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക അല്ലേ. 1 മോൾ എന്ന് കിട്ടും. ഇനി 2 ഗ്രാം ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ, അതായത് നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാം, എന്നാൽ മോൾസിൻ്റെ അതേ റേഷ്യോയിലായിരിക്കും ഇവരുടെ വോളിയംസിൻ്റെ റേഷ്യോ. റെഡി? അപ്പോൾ ഓക്സിജൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2/O2ൻ്റെ മൊളിക്കുലർ മാസ് എന്താണ്, 32 ആണ് അല്ലേ. 32. അപ്പോൾ 2/32 ഈക്വൽ ടു 1/16. ഇനി മീഥെയിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ഗ്രാമിലാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ മീഥെയിൻ്റെ മോളിക്കുലർ മാസ് എന്താണ്, CH4ൻ്റെത് 12 + 4 ഈക്വൽ ടു 16 അല്ലേ. അപ്പോൾ 2/16 ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ H2:O2: മീഥെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മോൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1/16:1/8 ആണ് അല്ലേ. 1:1/16:1/8 ആണ്. ഈ റേഷ്യോയിൽ തന്നെയാണ് എന്തുണ്ടാവുക, ഈ റേഷ്യോയിൽ തന്നെയാണ് ഇവരുടെ വോളിയംസ് ഉണ്ടാവുക. അതായത് 16:1:2 എന്നാണ് കിട്ടുക അല്ലേ. 16:1:2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വാട്ട് വോളിയം ഓഫ് ഗ്യാസ്, oxygen gas measured at 0 degrees Celsius and 1 atm
is needed to burn completely 1 liter of propane gas measured under the same conditions. അതായത് ഹൈഡ്രോ കാർബണിൻ്റെ കമ്പഷൻ റിയാക്ഷൻ ആണ് അല്ലേ. C3H8 പ്ലസ് O2 gives CO2 പ്ലസ് H2O. ഈ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 3CO2 പ്ലസ് 4H2O എന്ന് കിട്ടും, 5O2 അല്ലേ. C3H8 പ്ലസ് 5O2 gives 3CO2 പ്ലസ് 4H2O. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. 1 ലിറ്റർ ഓഫ് പ്രൊപ്പെയിൻ ഗ്യാസ് ബേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മോൾസിൻ്റെ റേഷ്യോ ആദ്യം എഴുതാം അല്ലേ. അതായത് C3H8ൻ്റെ മോൾസ് 1 ആണ്, ഓക്സിജൻ്റെ മോൾസ് 5 ആണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾസ് 3 ആണ്, അതുപോലെ വാട്ടറിൻ്റെ മോൾസ് 4 ആണ്. റെഡി. അപ്പോൾ ഇവിടെ 1 വോളിയം ഓഫ് C3H8നെ കമ്പസ് ചെയ്യാൻ, കമ്പഷൻ റിയാക്ഷൻ നടത്താൻ 5 വോളിയംസ് ഓഫ് O2 വേണം. 1 ml ആണെങ്കിൽ 5 ml വേണം, 1 ലിറ്റർ ആണെങ്കിൽ 5 ലിറ്റർ വേണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കംപ്ലീറ്റ്ലി ബേൺ 1 ലിറ്റർ ഓഫ് പ്രൊപ്പെയിൻ ഗ്യാസ് എന്നാണ്. അതുകൊണ്ട് 5 ലിറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായും ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. അതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ് ആൻഡ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയംസ്. ഈ 5 ലോസും അതുപോലെ തന്നെ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഈ ലോസുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബുക്സിലൊക്കെ ഉണ്ടാവുക. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓർക്കുക, അതായത് 3 എലമെൻസും 3 കോമ്പൗണ്ട്സും ആണെങ്കിൽ റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ്റെ ഇല്ലുസ്ട്രേഷൻ ആയിരിക്കും. 2 എലമെൻസും 2 മോർ ദാൻ 1 കോമ്പൗണ്ട്സും ആണെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ പിക്ചർ എന്താ പറയുക ഡെപിക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിനെ കുറിച്ചുള്ള ഇല്ലുസ്ട്രേഷനാണ്. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക, നന്നായി പഠിക്കുക, NCERT വായിച്ച് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.